അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ മക്കളുടെയൊക്കെ എക്സാമിൻ്റെ റിസൾട്ടൊക്കെ അറിഞ്ഞിരിക്കുന്ന സന്തോഷത്തിലായിരിക്കും എല്ലാവരും. ഒരുപാട് കുട്ടികൾ നല്ല ടോപ്പ് പ്ലസോടെയും ഡിസ്റ്റിങ്ഷനോടെയും ഫസ്റ്റ് ക്ലാസ്സോടെയൊക്കെ പാസ്സായിട്ടുണ്ട്. അൽഹംദുലില്ലാ. അള്ളാഹു സുബ്ഹാനഹു തആല റാഹത്താക്കി കൊടുക്കട്ടെ. അപ്പോൾ നാളെ മുതൽ SSLC എക്സാം സ്റ്റാർട്ട് ചെയ്യാമെന്ന് തോന്നുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള മുറാദുകൾ ഏതൊരു കാര്യമാണെങ്കിലും റബ്ബ് സുബ്ഹാനഹു തആല വളരെ എളുപ്പത്തിൽ അത് സാധിപ്പിച്ചു തരാനും അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലുള്ള പ്രതിസന്ധികൾക്ക് റബ്ബ് സുബ്ഹാനഹു തആല കരുണയുടെ വർഷം വർഷിപ്പിക്കാനും കഴിയുന്ന ഒരു അമലാണ് വനിതാ നിലാവ് ഖുർആനിക് സൊല്യൂഷൻസ് എന്ന ഇസ്ലാമിക് ചാനലിലൂടെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. ഇൻഷാ അല്ലാഹ് വളരെ വേഗത്തിൽ ഈ ഒരു അമലിൻ്റെ ഫലം കാണൂല്ലേ. അപ്പോൾ ഏതാണെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് ഈ വീഡിയോ കാണുന്ന ആളുകളൊന്ന് ലൈക്ക് ചെയ്ത് വെക്കുക. ഇതിന് അർഹതപ്പെടുന്നവരിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടെ ചെയ്യാം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു വനിതാ നിലാവ് ഖുർആനിക് സൊല്യൂഷൻസ് എന്ന ഇസ്ലാമിക് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക കൂടെ ചെയ്യാം. ഇൻഷാ അല്ലാഹ് അള്ളാഹു സുബ്ഹാനഹു തആല എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു റമളാൻ മാസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് അതിനെ റബ്ബ് സുബ്ഹാനഹു തആല എടുത്തു മാറ്റട്ടെ. ഒരുപാട് പ്രവാസി സുഹൃത്തുക്കൾ ഒരുപാട് വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. റൂമിൻ്റെ മുകളിൽ കൂടെ മിസൈലുകൾ പോകുന്നതും അതുപോലെ തന്നെ ഒരുപാട് ഇടങ്ങേറ് പിടിച്ച മെസ്സേജുകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, കമൻസുകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ റബ്ബ് സുബ്ഹാനഹു തആല എന്താണെങ്കിലും ഈ പരിശുദ്ധ റമളാനിൻ്റെ ബറക്കത്ത് കൊണ്ട് ആ പ്രയാസങ്ങളൊക്കെ നീക്കി കൊടുക്കട്ടെ. നമ്മളുടെ ഓരോ ഭരണാധികാരികളുടെയും പ്രമുഖരായിട്ടുള്ള ഓരോ ആളുകളുടെയും എന്തെങ്കിലും ഒരു തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നതിന് പകരമായിട്ടാണ് ഇത്തരം യുദ്ധങ്ങൾ പൊട്ടിപ്പുറപ്പെടുക എന്ന് പറയുന്നത് കേൾക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ടെങ്കിൽ അതും റബ്ബ് സുബ്ഹാനഹു തആല ഏറ്റെടുക്കട്ടെ എന്നൊരു അവസരത്തിൽ പറയുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്കതിലേക്ക് കടക്കാം. ഇത്തരത്തിലുള്ള ഈ ഒരു സന്ദർഭങ്ങളും കാര്യങ്ങളൊക്കെ റബ്ബ് സുബ്ഹാനഹു തആല മാറ്റിയിട്ട് ഹൈറായിട്ടുള്ള ജീവിതം നമുക്ക് നൽകുക തന്നെ ചെയ്യും. എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവില്ലേ, നമ്മളുടെ രൂപയുടെ മൂല്യം കുത്തനെ കുറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഡോളറിൻ്റെ വില കുത്തനെ ഉയർന്നിട്ടുമുണ്ട്. നമുക്ക് മൊത്തത്തിലുള്ള സാമ്പത്തിക സ്ഥിതി ഇപ്പോൾ വളരെ മോശമാണ്. അതൊക്കെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും ന്യൂസിൽ കൂടെയൊക്കെ. അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടിലൂടെ അനുഭവിക്കുന്നവരും അതുപോലെ തന്നെ സാമ്പത്തിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരൊക്കെ ഈ ഒരു അമലിനെ നിയത്ത് വെച്ചിട്ട് ചൊല്ലാൻ വേണ്ടിയിട്ട് തുടങ്ങുക. കാരണം കടമൊക്കെ ഉള്ള വ്യക്തികൾ ഒരുപാടുണ്ടല്ലേ നമുക്കിടയിൽ. അവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു അമലിനെ ഏറ്റെടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഏതാണെന്ന് നോക്കാം നമുക്ക് ആ ഒരു അമലില്ലേ. ഇത് അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിലെ തന്നെ ഏറ്റവും ശക്തനായിട്ടുള്ള ഒരു ഇസ്മാണ്. നിങ്ങൾക്കറിയോ, നമ്മൾ സുബഹ് നിസ്കാര ശേഷം ഉണ്ടല്ലോ, സുബഹ് നിസ്കാര ശേഷം 55 തവണ ഈ ഒരു ഇസ്മിനെ നിങ്ങൾ ചൊല്ലി വരികയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടിക്കുന്നൊരു പ്രശ്നം വന്നിക്കാണ്, എത്രയൊക്കെ നമ്മൾ അതിനുള്ള വഴികൾ തിരഞ്ഞിട്ടും വഴികളൊന്നും കാണാനില്ല, വഴികളൊക്കെ കൊട്ടിയടക്കപ്പെട്ട സ്ഥിതിയിലാണെങ്കിലും ഈ ഒരു അമല് നിങ്ങൾ ഇത്തരത്തിൽ ചൊല്ലുന്നതിലൂടെ ആ വഴികളൊക്കെ നിങ്ങൾക്ക് തുറന്ന് കിട്ടുക തന്നെ ചെയ്യും. അപ്പോൾ അത്രയും മഹത്തായിട്ടുള്ള ഒരു ഇസ്മ തന്നെയാണിത്. നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യമല്ലേ, നമ്മുടെ അള്ളാൻ്റെ അസ്മാഉൽ ഹുസ്നയെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ദുആക്ക് മുമ്പിലോ പിമ്പിലോ ആയിട്ട് ഈ ഒരു ഇസ്മിനെ കുറച്ച് തവണ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്രത്തിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും എന്തൊരു ദുആയാണ് നിങ്ങൾ റബ്ബിൻ്റെ അടുത്ത് ചെയ്യുന്നതെങ്കിലും അതിനൊക്കെ ഉത്തരം ഉണ്ടാകും എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു വാക്കിനെ നിങ്ങൾ മനസ്സിലേറ്റെടുക്കുക. ഈ പരിശുദ്ധ റമളാനിലെ ഈ ഒരു അമലിനെ, ഇത്തരം ഇസ്മുകളെ നിങ്ങൾ മുറുകെ പിടിക്കാനും വേണ്ടിയിട്ട് ശ്രമിക്കാറില്ല. പിന്നെ ഒരു കാര്യം പറയാം, ഇത് ശുദ്ധിയില്ലാത്ത സ്ത്രീകൾക്കും ചൊല്ലാൻ പറ്റിയിട്ടുള്ള ഒരു അമല് തന്നെയാണ്. ഈ സുബ്ഹ് നിസ്കാര ശേഷം 55 തവണ നമ്മൾ നിത്യമാക്കാൻ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും ഞാൻ വിട്ടുകളയൂല എന്ന് ഉറപ്പിച്ച് നിയ്യത്ത് വെച്ചിട്ട് തുടർച്ചയായിട്ട് ചൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. 55 തവണ വീതം അള്ളാഹുവിൻ്റെ പരിശുദ്ധമായിട്ടുള്ള നാമം. അതേപോലെ തന്നെ നാളത്തെ ദിവസം, അതായത് നാളെ വെള്ളിയാഴ്ച രാവ് കൂടെയാണ്, നമ്മളുടെ ദുആക്ക് ഇജാബത്തുള്ള സമയമാണ്, വളരെയധികം പ്രത്യേകതയുള്ള സമയമാണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണല്ലോ, ഇതൊന്നും ഞാൻ വീണ്ടും വീണ്ടും പറയണില്ലല്ലേ ഇനി. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയാതെ നാളത്തെ ദിവസത്തിൽ
യാ മുജീബു യാ അള്ളാ എന്നുള്ള അള്ളാഹുവിൻ്റെ ഇസ്മിനെ 11,000 തവണ നിയ്യത്ത് വെച്ചിട്ട് ചൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഒറ്റ ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ 3 ദിവസം കൊണ്ടോ നിങ്ങളിത് ചൊല്ലി തീർക്കണമെന്നില്ല. എന്താണെങ്കിലും നാളെ ഒരു വെള്ളിയാഴ്ച രാവാണ്. അപ്പോൾ ആ ദിവസം നിങ്ങൾക്ക് ഈ ഒരു അമലിനെ മനസ്സറിഞ്ഞ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും ഹൈറായിട്ടുള്ള ഒരു കാര്യം തന്നെയായിരിക്കും. റബ്ബ് നിങ്ങളുടെ തടസ്സങ്ങളൊക്കെ നീക്കിത്തരാൻ ഈ ഒരു അമല് കാരണം സാധിക്കും. അപ്പോൾ എല്ലാവരും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. അതേപോലെ തന്നെ എന്തെങ്കിലും സൊല്യൂഷൻസ് വേണമെങ്കിൽ, എന്തെങ്കിലും ദിക്കറുകൾ വേണമെങ്കിലും നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ് അല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ദുആ കൂടെ നിങ്ങൾ ഈ ഒരു അമലുണ്ടല്ലോ മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണല്ലേ. കാരണം പരിശുദ്ധമായിട്ടുള്ള ഇത്തരം ദിവസങ്ങളിൽ ഇത്തരം അറിവുകൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ജാരിയായിട്ടുള്ള ഒരു സ്വതക്ക തന്നെയാണ്. നിങ്ങൾക്കും അതിൻ്റെ ഒരു ഫലം ലഭിക്കുക തന്നെ ചെയ്യും. അപ്പോൾ എല്ലാവരും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.